പറഞ്ഞാൽ ചെയ്ത തെറ്റിനേക്കാളും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ഈ തെറ്റിനെ മറച്ചു പിടിക്കാനും ന്യായീകരിക്കാനും വേണ്ടി ഞാൻ കാണിക്കുന്ന കൊള്ളരുതായ്മകളാണ്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവ് ചെയ്ത തെറ്റ് അതിനേക്കാളും ഗുരുതരമായിരുന്നു. ആ തെറ്റിനെ മറച്ചു വയ്ക്കാനും ന്യായീകരിക്കാനും വേണ്ടി ബത്ശബയുടെ ഭർത്താവായ ഊറിയയെ കൊല്ലാൻ വേണ്ടി അവൻ ചതിപ്രയോഗം പ്രയോഗിച്ചത്. ഇന്ന് വചനത്തിൽ ഇത് പറയുന്നു, പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമോന്യരുടെ വാൾ കൊണ്ട് ഹിത്തിനായ ഊറിയയെ നീ കൊല്ലിച്ചു, അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. ഭാര്യയെ അപഹരിച്ചതിനേക്കാളും ഗുരുതരമായ തെറ്റാണ് അത് ചെയ്യാൻ വേണ്ടി അവൻ കരുതി കൂട്ടി നടത്തിയ ഗൂഢാലോചന എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലും നമുക്ക് പറ്റിപ്പോയ തെറ്റിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നവർ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അത് മറച്ചു പിടിക്കാൻ വേണ്ടി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി, ഇമേജ് പോകാതിരിക്കാൻ വേണ്ടി, ഞാൻ മോഷ്ടിച്ച പണം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം, ഞാൻ ചെയ്ത അതിക്രമം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം, എൻ്റെ ജീവിത പങ്കാളി ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും, എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യണവർ അനുഭവിക്കുന്നുണ്ടാവും, സ്വന്തം ഇടവക പള്ളിയിൽ അനുഭവിക്കുന്നുണ്ടാവും. ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടി അനുഭവിക്കുന്നവർ, അവരുടെ നിലവിളി എന്നെ വിളിച്ച് കരയും. ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടി വരും. സൂക്ഷിക്കണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.